നമസ്കാരം, എൻ്റെ പേര് ഗ്ലിൻചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ അടുത്ത് കേട്ടൊരു വാർത്തയായിരുന്നു എസ് ബിയുടെ ആരോഗ്യ പ്ലസ് നിർത്താൻ പോകാമെന്ന് പറ്റിയിട്ട്. അപ്പോൾ എസ് ബിയുടെ ആരോഗ്യ പ്ലസ് കയ്യിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. ഞാനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നത് എസ് ബിയുടെ ആരോഗ്യ പ്ലസ് കൊടുത്തുകൊണ്ടായിരുന്നു. ഞാൻ ഈ എസ് ബിയുടെ ആരോഗ്യ പ്ലസ്ക്ക് എത്തിച്ചേരാനുള്ള കാരണം അന്ന് എൻ്റെ പേരൻസിനും പ്രീമിയം പ്രായം വളരെ കൂടുതലായിരുന്നു. 65 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അപ്പം അന്ന് മാർക്കറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രീമിയം ഒക്കെ പലപ്പോഴും അന്ന് ഇന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രീമിയത്തിന് ഓൾമോസ്റ്റ് ഒക്കെ ഒരു 40,000 50,000 രൂപ അടുത്ത് വരുന്നുണ്ട്, വെറും ഒരു 5 ലക്ഷത്തിനൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് പേരൻസിന് എടുക്കണം എന്നൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ എസ് ബിയിൽ പോയിപ്പോൾ ഇങ്ങനെ എസ് ബിയുടെ ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന പ്ലാനെ പറ്റി അറിയാനും അതുപോലെ തന്നെ ഞാൻ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കും തോന്നി ഇത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് 4 വർഷം മുമ്പ് എസ് ബിയുടെ ആരോഗ്യ പ്ലസ് സെല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. വേറൊന്നുകൊണ്ടല്ല, അന്ന് 3 ലക്ഷത്തിന് 10,500 രൂപ വരുന്നുള്ള ഒരു ഫാമിലിക്ക്, ഒരു 60-65 വയസ്സുള്ളവർക്കൊക്കെ വളരെ റേറ്റ് കുറവായിരുന്നു അന്ന് എസ് ബിയുടെ ആരോഗ്യ പ്ലസിന്. മാത്രമല്ല, എന്നെ ആകർഷിച്ച ഒരു കാര്യം പ്രീമിയം ഫിക്സഡ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. ലൈഫ് ലോങ് ഫിക്സഡ് പ്രീമിയം, ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ പലർക്കും ഒരു വിഡ്രോവൽ നോട്ടീസ് പോയിട്ടുണ്ട്. എസ് ബിയുടെ ആരോഗ്യ പ്ലസ് 2025 ജനുവരി 2 ശേഷം റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം ക്ലെയിം റേഷ്യോ വളരെയധികം കൂടുതലാണ് എസ് ബി ആരോഗ്യ പ്ലസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, എസ് ബി ഞങ്ങളെ പറ്റിച്ചു, ഈ പറഞ്ഞ പോലെ ചെറിയ പ്രീമിയം തന്നിട്ട് ഇപ്പോൾ ഒറ്റയടിക്ക് വലിയ പ്രീമിയം ആക്കി മാറ്റാൻ പോവാണല്ലോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേരിങ്ങനെ എൻക്വയറി ചെയ്യാറുണ്ട്. ശരിക്കും ആ ഒരു സെൻസിൽ ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ക്ലെയിം റേഷ്യോ കൂടിയത് കൊണ്ടാണ് എസ് ബി ഐ ഇങ്ങനെ ഒരു വിഡ്രോവൽ നോട്ടീസ് എല്ലാവർക്കും അയച്ചേക്കുന്നത്. അതൊരു ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും റിന്യൂവൽ നോട്ടീസ് മുൻകൂട്ടി അവർ അയച്ചേക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വിഡ്രോവൽ നോട്ടീസിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, ജനുവരി 2 ശേഷം നമുക്ക് സൂപ്പർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്കാണ് മൈഗ്രേഷൻ ആണ് നമുക്ക് അവർ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ല, റീറ്റെയിൽ പോളിസി ആയതുകൊണ്ട് ഞാൻ ആദ്യം സെല് ചെയ്തപ്പോഴും എനിക്ക് അട്രാക്ട് ചെയ്ത ഒരു കാര്യം ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിരുന്നു, റീറ്റെയിൽ പോളിസി ആയിരുന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്ത് പോവാം. നമുക്ക് വേണമെങ്കിൽ ജനുവരി 2 ശേഷം റിന്യൂവൽസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ കമ്പനിയിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട, എക്സാമ്പിൾ ഒരു ടാറ്റയിലേക്കോ സ്റ്റാറിലേക്കോ കെയറിലേക്കോ ഏത് നമ്മുടെ ഇഷ്ടപ്പെട്ട കമ്പനിയിലേക്ക് വേണമെങ്കിൽ അതിൻ്റെ സീനിയോറിറ്റി വെച്ചുകൊണ്ട് തന്നെ പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എസ് ബിയുടെ ആരോഗ്യ പ്ലസ് വേണമെങ്കിൽ സൂപ്പർ ഹെൽത്ത് പറയുന്ന പ്ലാനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് പോർട്ട് ചെയ്ത് പോകാനുള്ള സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,500 അടച്ച പ്രീമിയം ഈ പറഞ്ഞ പോലെ സൂപ്പർ ഹെൽത്തിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള മറ്റേത് പ്രൊഡക്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും പ്രീമിയം സ്വാഭാവികമായിട്ടും 40,000 രൂപ 50,000 രൂപ അടുത്ത് പ്രീമിയം വരുന്നുണ്ട്, വെറും ഒരു 5 ലാഖിനൊക്കെ. ഏജ് കൂടുന്നതനുസരിച്ച് പ്രീമിയത്തിന് വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. ഒരിക്കലും എസ് ബി ഐ പറ്റിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇത്രയും നാളും റേറ്റ് കുറവിന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി ക്ലെയിം റേഷ്യോ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒത്തിരി ക്ലെയിമിന് യാതൊരു ബുദ്ധിമുട്ട് എസ് ബി ഐയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എസ് ബി ഐ ജനറൽ നന്നായിട്ട് ക്ലെയിം കൊടുക്കുന്നൊരു കമ്പനിയാണ്. എൻ്റെ പേഴ്സണലായിട്ട് പോലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു എസ് ബി ഐ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇതുവരെയുള്ള എല്ലാ ക്ലെയിമുകളും ഇപ്പോൾ കമൻസ് ഒക്കെ വായിച്ച് നമുക്ക് ഒത്തിരി അറിയാൻ പറ്റും. കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഒത്തിരി നല്ല കമൻസ് എസ് ബി ഐ ജനറലിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും നന്നായിട്ട് ക്ലെയിം കൊടുക്കുന്നൊരു കമ്പനിയാണ്. പക്ഷേ ക്ലെയിം റേഷ്യോ കൂടിയത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അവർക്ക് എടുക്കേണ്ടതായിട്ട് വന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർ ഹെൽത്ത്, ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജനുവരി 2 ശേഷം നമുക്ക് സൂപ്പർ ഹെൽത്തിലേക്കാണ് മൈഗ്രേഷൻ പറയുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് സൂപ്പർ ഹെൽത്തും അതുപോലെ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന മറ്റു 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മുൻകൂട്ടി ഇത് എന്തിനു വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ എസ് ബിയുടെ ആരോഗ്യ പ്ലസ് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കൊടുത്തത് മോസ്റ്റ്ലി ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ എസ് ബിയുടെ ആരോഗ്യ പ്ലസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എടുത്തൊരു ഭൂരിഭാഗം പേരും ഒരു സാധാരണക്കാരാണ്. അപ്പോൾ ഈ പ്രീമിയം ഒരിക്കലും ഒരു 10,500 10,500 വർഷത്തിൽ 10,500 വരുന്ന പ്രീമിയം എനിക്ക് തോന്നുന്നു ഒറ്റയടിക്ക് ഒരു 40,000 50,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പൈസ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസൺ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് 3 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്നത്. അതിൽ എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ സൂപ്പർ ഹെൽത്ത് എന്ന് പറയുന്ന പോളിസിയാണ്. അതിൽ എലൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് കമ്പാരിസൺ വേണ്ടിയിട്ട്. അതുപോലെ കെയർ ഹെൽത്തിൻ്റെ സുപ്രീം, അതുപോലെ മണിപ്പാൽ സിഗ്നൽ പ്രൈം സീനിയർ ക്ലാസിക് പ്ലാൻ, ഇങ്ങനെ 3 പ്ലാനുകളാണ് ഇന്ന് കമ്പാരിസൺ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത്.
ഇതിൽ എസ് ബി ജനറൽ ആണെങ്കിൽ നമുക്ക് മൈഗ്രേഷൻ ആണ്, എസ് ബിയുടെ ആരോഗ്യ പ്ലസ് അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. കെയർ ഹെൽത്തിലേക്കും മണിപ്പാലിലേക്കും വേണമെങ്കിൽ നമ്മുടെ സീനിയോറിറ്റി വെച്ചുകൊണ്ട് തന്നെ പോർട്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 3 കമ്പനികൾ നമ്മളിന്ന് എടുത്തേക്കുന്നത്. ഇതിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എസ് ബി ജനറൽ ആണെങ്കിൽ 18 വയസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം, ഏജ് ലിമിറ്റ് പറയുന്നില്ല. അതുപോലെ കെയർ ഹെൽത്തിലാണെങ്കിലും 18 വയസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം, ഏജ് ലിമിറ്റ് ഇതിലും ബാധകമല്ല. മണിപ്പാൽ സീനിയറിലേക്ക് വരാണെങ്കിൽ സീനിയർ സിറ്റിസൺ പ്ലാനാണ്, 56 വയസ്സ് മുതൽ 75 വയസ്സ് വരെയാണ് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. മണിപ്പാൽ സീനിയർ എടുക്കാൻ കാരണം മോസ്റ്റ്ലി ഞാൻ കൊടുത്തേക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും പ്രായം ചെന്നവരായതുകൊണ്ടും സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടുമാണ് മണിപ്പാൽ സീനിയർ ഇവിടെ കൊണ്ടുവരാനായിട്ട് കാരണം. അതുപോലെ റൂം റെന്റിന്റെ കാര്യത്തിൽ നമുക്ക് 3 എണ്ണത്തിലും അപ് ടു സം ഇൻഷുർഡ് വരെ യൂസ് ചെയ്യാം, റൂമിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. മണിപ്പാൽ സീനിയറിലേക്ക് വരാണെങ്കിൽ നമുക്ക് റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റൂം റെന്റിന്റെ കാര്യത്തിൽ 3 എണ്ണത്തിലും സേഫാണ്. അതുപോലെ റീസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5 ലക്ഷം 10 ലക്ഷത്തിന്റെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആരോഗ്യ പ്ലസിലൊന്നും റീസ്റ്റോറേഷനിൽ സാധാരണ ഒരു പോളിസി ആയിരുന്നു. അപ്പോൾ റീസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ ഒരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കുന്നത് വിചാരിക്കുക. 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും സെയിം അസുഖത്തിന് ഡിഫറെന്റ് ഇല്ലൻസിനൊക്കെ നമുക്ക് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ കമ്പനിയിലും റീസ്റ്റോറേഷൻ എല്ലാ കമ്പനിയും കൊടുക്കുന്നുണ്ട്. വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു സിനാരിയാണ് ഈ അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോറേഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കുമുലേറ്റീവ് ബോണസ് ആണ്, അതായത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഇപ്പോഴത്തെ പോളിസികൾ ക്ലെയിം ചെയ്താലില്ലെങ്കിലും നമുക്കൊരു ബോണസ് പോലെ കിട്ടുന്നുണ്ട്. ഇതിൽ എസ് ബി ജനറലിലേക്ക് വരാണെങ്കിൽ നമുക്ക് 100% ഇയർലി 50% വെച്ച് ഇൻബിൽട്ട് ആയിട്ട് നമുക്കൊരു 100% കിട്ടുന്നുണ്ട്. ഇയർലി 50% വെച്ച് കൂടിയിട്ട്, അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ടെങ്കിൽ 20 ലക്ഷമായിട്ട് മാറുന്നുണ്ട് അതിൽ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, എൻഹാൻസ്ഡ് റീഅഷ്യൂർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു 200% വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി നമുക്ക് 30 ലക്ഷം വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിലുള്ള വേറെ പ്രത്യേകത സൂപ്പർ ഹെൽത്തിൽ ഒരു 37 ഒരു സീരിയസ് ഇൽനെസ്സിന് ക്രിട്ടിക്കൽ ഇൽനെസ് പറയുന്നുണ്ട്, ഞാൻ ലിസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ ഈ പറയുന്ന 37 എണ്ണത്തിൽ നമ്മൾ ഏതിലൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത ബേസ് അമെൻഷൻ ഡയറക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. 10 ആണെങ്കിൽ 20 ലക്ഷമായിട്ട് മാറും. അപ്പോൾ ഒരു ലിസ്റ്റ് പറയുന്നത് 37 ക്രിട്ടിക്കൽ ഇൽനെസ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ ആണ് ബേസ് അമെൻഷൻ എങ്കിൽ 20 ലക്ഷമായിട്ട് മാറും. കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിലും ഈ പറഞ്ഞ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് 100% കിട്ടുന്നുണ്ട്. അതായത് 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം കൂടി 20 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇതിലും ഒരു 5x കവറേജ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു കുമുലേറ്റീവ് ബോണസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 5x കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 45 വയസ്സ് വരെ ഇതിൽ ഇൻബിൽട്ട് ആണ്. അതിന് മേലുള്ളവർക്ക് നമുക്ക് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മണിപ്പാൽ സീനിയറിലേക്ക് വരാണെങ്കിൽ 100% കുമുലേറ്റീവ് ബോണസ്, ഇയർലി 10% വെച്ച് ഗ്രാജുവലി കൂടി പോകാൻ ചെയ്യുന്നത്. അതായത് 10 ലക്ഷം എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ 11, 12 അങ്ങനെ ഗ്രാജുവലി 10% വെച്ചാണ് കൂടി പോകുന്നത് മണിപ്പാൽ സീനിയറിലാണെങ്കിൽ. അതുപോലെ തന്നെ കൺസ്യൂമബിൾസിൻ്റെ കേസിൽ, അതായത് നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അത് ഈ 3 എണ്ണത്തിലും കവർ ചെയ്യുന്നുണ്ട്. എസ് ബിയിലാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്, കെയറിലും ഇൻബിൽട്ട് ആണ്. മണിപ്പാൽ സീനിയറിൽ നമ്മൾ റൈഡറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, നമുക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബില്ലുകളും നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എസ് ബിയിലേക്ക് വരാണെങ്കിൽ 60-90 നമുക്ക് കിട്ടുന്നത്. കെയർ ഹെൽത്തിലാണെങ്കിൽ 60-180 കിട്ടുന്നുണ്ട്. മണിപ്പാൽ സീനിയറിലേക്ക് വരാണെങ്കിൽ 2 പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ക്ലാസിക്, ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്ലാസിക്കൽ വരുന്നത് 30-60 നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് വരുന്നത്, കുറച്ച് കുറവുണ്ട്. അതുപോലെ തന്നെ ഡേ കെയർ ആൻഡ് ഡൊമിസിലറി ട്രീറ്റ്മെന്റ്. ഡേ കെയർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് നമുക്കറിയാം 24 മണിക്കൂർ ആവശ്യമില്ലാത്ത കുറേ ട്രീറ്റ്മെന്റുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കാറ്ററാക്റ്റോ അല്ലെങ്കിൽ നമുക്ക് 24 മണിക്കൂർ വരെ റോബോട്ടിക് സർജറികളൊക്കെ 24 മണിക്കൂർ വേണമെന്നില്ല. അപ്പോൾ അതൊക്കെ എല്ലാ ഇൻഷുറൻസിലും അപ് ടു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന പോലെ ഇതിലും 3 എണ്ണത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അതിന് ക്യാപ്പിംഗ് ഒന്നുമില്ല. അപ് ടു സം ഇൻഷുർഡ് വരെ ഓൾ ഡേ കെയർ ട്രീറ്റ്മെന്റും ഈ 3 എണ്ണത്തിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ മോഡേൺ ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ ലീസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ആ പറയുന്ന മോഡേൺ ട്രീറ്റ്മെന്റ് ഒക്കെ ഇതിൽ അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട് ഈ 3 എണ്ണത്തിലും. അതുപോലെ തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല, സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള പോലെ തന്നെ എമർജൻസി, റോഡ് ആംബുലൻസ്, എയർ ആംബുലൻസ് ഇതൊക്കെ ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. എയർ ആംബുലൻസ് ഡൊമസ്റ്റിക് എയർ ആംബുലൻസ് ആണ് ആ കവറേജ് കിട്ടുന്നത്. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ കവർ ചെയ്യുന്ന പോലെ ഇതിലും ഈ 3 എണ്ണത്തിലും അത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ചെക്കപ്പും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്പെസിഫിക് ലീസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റിലുള്ള ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽത്ത് ചെക്കപ്പിന്റെ കേസിൽ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിയറസ്റ്റ് ലാബുകളിലൊക്കെ, ഇപ്പോൾ കേരളമൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാബ് ഫെസിലിറ്റി നിയറസ്റ്റ് ആയിട്ട് കിട്ടാറില്ല. പലപ്പോഴും ദൂരത്തൊക്കെ ആയിട്ടാണ് പലപ്പോഴും കിട്ടാറ്. അപ്പോൾ ഒരു ലിസ്റ്റ് അവർ പറയുന്നുണ്ട്, ആ ലിസ്റ്റിലുള്ള ചെക്കപ്പുകളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ്. നമുക്കറിയാം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോളിസി ആക്റ്റീവ് ആണെന്നില്ല. 30 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പോളിസികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷേ ആക്സിഡന്റ് കേസുകൾക്ക് വെയിറ്റിംഗ് പീരീഡ് ബാധകമല്ല. നമുക്ക് ഡൗൺ മുതൽ ആക്സിഡന്റ് കേസുകൾക്കൊക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ബാധകമായിട്ട് വരുന്നില്ല.
പിന്നെ ചില അസുഖങ്ങൾക്ക് സ്പെഷ്യൽ ഡിസീസ് ഇൽനെസ് എന്ന് പറഞ്ഞിട്ട് 24 മാസം പറയുന്നുണ്ട്. അതായത് കിഡ്നി സ്റ്റോൺ, പൈൽസ്, ഹെർണി, ഇങ്ങനെയുള്ള ചില സർജറികൾ, ഇതൊക്കെ നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ തന്നെയാണ് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുള്ളൂ. പോളിസി എടുത്തിട്ട് ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ട്, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് പോയി അല്ല, നമുക്ക് 2 വർഷം കഴിയാതെ ഇതൊക്കെ ഒന്നും കവർ ചെയ്ത് കിട്ടില്ല. അങ്ങനെ സ്പെഷ്യൽ ഡിസീസ് ഇൽനെസ്, വെയിറ്റിംഗ് പീരീഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ്, നമുക്ക് നിലവിലുള്ള അസുഖത്തിന് കവറേജ് കിട്ടണമെങ്കിൽ ഇപ്പോൾ എസ് ബിയിൽ വരാണെങ്കിൽ 2 വർഷം 24 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് 48 മാസമാണ് പറയുന്നത്, 4 years പറയുന്നുണ്ട് പ്രീ എക്സിസ്റ്റന്റ് ഡിസീസിന്. മണിപ്പാൽ സെക്കൻഡിൽ വരാണെങ്കിൽ 2 വർഷം 24 മാസമാണ് പറയുന്നത് പ്രീ എക്സിസ്റ്റന്റ് ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ ഇതിലേക്ക് എസ് ബി ജനറലിലേക്ക് വരാണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ BP, ഡയബറ്റിക്, കാർഡിയക് കണ്ടീഷൻസും ഒക്കെ 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ BP, ഡയബറ്റിക്, കാർഡിയക് കണ്ടീഷൻസും ഒക്കെ 90 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. പക്ഷെ അത് കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് 4 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് എങ്കിലും ഇതിലൊരു ABCD ഒരു റൈഡർ ഇൻസ്റ്റാ കവർ എന്ന് പറയുന്ന റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ആസ്മ, BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നമുക്ക് 30 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും ചെയ്യും. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത PD വെയിറ്റിംഗ് പീരീഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിത് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 4 വർഷം എന്നുള്ളത് വേണമെങ്കിൽ 3 വർഷമോ 2 വർഷമോ 1 വർഷമൊക്കെ ആയിട്ട് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനോടെയും കെയർ ഹെൽത്ത് സുപ്രീമിൽ കാണാനായിട്ട് പറ്റും. മണിപ്പാൽ സെക്യൂരിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പീരീഡിക്കും 90 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ സ്പെഷ്യൽ ഡിസീസിൽ വരുന്ന ഇൽനെസ്സിന് എപ്പോഴും 24 മാസം വെയിറ്റിംഗ് പീരീഡ് എപ്പോഴും ബാധകമാണ്. അത് 90 days വെച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എസ് ബിയുടെ ആരോഗ്യ പ്ലസ് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ചോദിക്കാനായിട്ട്. തീർച്ചയായിട്ടും എസ് ബിയുടെ ആരോഗ്യ പ്ലസ് നമുക്ക് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സീനിയോറിറ്റി വെച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മൾ 2 വർഷമായിട്ട് എസ് ബിയുടെ ആരോഗ്യ പ്ലസിൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനെ സീനിയോറിറ്റി വെച്ചുകൊണ്ട് തന്നെ വേറെ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി അല്ല, റീറ്റെയിൽ പോളിസിയാണ്. പക്ഷെ എങ്കിലും നമുക്ക് നിലവിൽ പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരത് നമുക്ക് മെൻഷൻ ചെയ്തില്ലെങ്കിൽ റിജക്ഷനിലേക്ക് നയിക്കും, റിജക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിക്കൽനെസ് ഒക്കെ വന്നിട്ടുള്ളവർ, നല്ലൊരു എമൗണ്ട് ഒക്കെ ക്ലെയിം ചെയ്തിട്ടുള്ളവരൊക്കെയാണ് എസ് ബി ആരോഗ്യ പ്ലസ് ക്ലെയിം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് നല്ലത്. മാറ്റാൻ നിൽക്കുന്നതിനേക്കാൾ ഉപരി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. കാരണം ഇവിടേക്ക് മാറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പോർട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, നമുക്ക് പോർട്ട് ചെയ്യാം. മൈഗ്രേഷനോ അല്ലെങ്കിൽ പോർട്ടിംഗ് അവൈലബിൾ ആണ് എസ് ബിയുടെ ആരോഗ്യ പ്ലസിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ 3 പോളിസിയിലും ഒത്തിരി ഓപ്ഷണൽ ആഡ് ഓൺസ് കാണാനായിട്ട് സാധിക്കും. ഓപ്ഷണൽ ബെനിഫിറ്റ് ഒത്തിരി കാണുന്നുണ്ട്. അത് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചും കൂടിയും നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കാം. ഇപ്പോൾ എസ് ബി ജനറലിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റത്തെ എൻഹാൻസ്ഡ് റീഅഷ്യൂർഡ് ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞ പോലെ 200% നമുക്ക് കുമുലേറ്റീവ് ബോണസ് കിട്ടുന്ന ഒരു ഫീച്ചർ കിട്ടണമെങ്കിൽ അത് ആഡ് ചെയ്ത് ഇടണം. അതുപോലെ എൻഹാൻസ്ഡ് കുമുലേറ്റീവ് ബോണസ് സേഫ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് 1 lakh വരെയുള്ള ക്ലെയിം വന്നാലും നമ്മുടെ കുമുലേറ്റീവ് ബോണസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈഡറാണ്. അതുപോലെ കോ പേയ്മെൻറ്റ്, നമുക്ക് വേണമെങ്കിൽ കോ പേയ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ 20%, 10% ഒക്കെ വെച്ച് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡിഡക്റ്റബിൾ സെറ്റ് ചെയ്യാം, അതായത് നമുക്ക് വേണമെങ്കിൽ റേറ്റ് കുറയ്ക്കാം. 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ഡിഡക്റ്റബിൾ വെച്ചുകൊണ്ട് നമുക്ക് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അഡീഷണൽ സം ഇൻഷുർഡ് കിട്ടാനുള്ള റൈഡർ ഉണ്ട്. വർക്ക് ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് റൈഡർ ഉണ്ട്. വെൽനെസ് കവർ, നമ്മൾ പോളിസി ഡോക്യുമെന്റ് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഇതിൽ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് എൻഹാൻസ്ഡ് റീഅഷ്യൂർഡ് ബെനിഫിറ്റ് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ 200% വരെ കുമുലേറ്റീവ് ബോണസ് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കെയർ ഹെൽത്തിലും ഒത്തിരി ഓപ്ഷണൽ ആയിട്ടുള്ള റൈഡേഴ്സ് ഉണ്ട്, ഓപ്ഷണൽ ആഡ് ഓൺസ് ഉണ്ട്. അതിൽ എയർ ആംബുലൻസ് കാണാൻ പറ്റും, നമുക്ക് വെൽനെസ് ബെനിഫിറ്റ് ഉണ്ട്, കുമുലേറ്റീവ് ബോണസ് സൂപ്പർ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു 5x കവറേജ് കിട്ടുന്ന കുമുലേറ്റീവ് ബോണസ് സൂപ്പർ ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ ബി ഫിറ്റ് ബെനിഫിറ്റ് ഇത്ര യൂസ്ഫുൾ അല്ല, ജിമ്മിനൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. ഇൻസ്റ്റാ കവർ, നമ്മൾ ഇൻസ്റ്റാ കവറിലാണ് ഈ ABCD നേരത്തെ പറഞ്ഞ പോലെ BP, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് ഈ കേസുകളൊക്കെ നമുക്ക് 30 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടുക. പിന്നെ ക്ലെയിം ഷീൽഡിലാണ് ഈ നോൺ മെഡിക്കൽ ഐറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ അത് കവർ ചെയ്ത് കിട്ടണമെങ്കിൽ ഈ റൈഡർ ആഡ് ചെയ്യണം. പിന്നെ കെയർ OPD ഉണ്ട്, നമുക്ക് ചെറിയൊരു എമൗണ്ട് ഒരു 500 വെച്ചൊക്കെ OPD കിട്ടുന്നുണ്ട്, വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി. പിന്നെ PD വെയിറ്റിംഗ് പീരീഡ് മോഡിഫിക്കേഷൻ, നമുക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് നേരത്തെ പറഞ്ഞ പോലെ 4 years ഉള്ളത് 3 year 2 year 1 year ആയിട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. കെയർ ഹെൽത്തിൽ ഇത്രയും ആഡ് ഓൺസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി പ്രീമിയം ഇതിനൊക്കെ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയുടെ പ്രൈം സീനിയറിൽ നമുക്ക് ഒത്തിരി ഓപ്ഷണൽ കവർ ആഡ് ഓൺസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് വരുന്നൊരു റൈഡറാണ്. നമുക്ക് ഓൾറെഡി ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് 20% കോ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കത് 0 ആക്കിയിട്ട് മാറ്റാൻ പറ്റും കോ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് പീരീഡ്, അത് റൈഡറാണ്. നമുക്കൊരു 24 മാസമാണ് ഇതിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ 90 ദിവസമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് റൈഡറാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ ഓപ്ഷൻ ഡിഡക്റ്റബിൾ, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20,000, 30,000, 1 ലക്ഷം, 2 ലക്ഷം, നമുക്ക് 5 ലക്ഷം വരെയൊക്കെ ഡിഡക്റ്റബിൾ വയ്ക്കാൻ നമുക്ക് അതിനനുസരിച്ച് പ്രീമിയം ആനുപാതികമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രീമിയം മാനേജ്മെൻറ്റ്, നമുക്ക് റൂം റെൻ്റ് ഒക്കെ കുറയ്ക്കാനുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ എനി റൂം അപ്ഗ്രേഡ്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എനി റൂം കാറ്റഗറി ആഡ് ചെയ്താലാണ് നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ്, അതായത്
സെയിം ഇൽനെസ്സിന് ഡിഫറെൻറ്റ് ഇൽനെസ്സിന് നമുക്ക് റീസ്റ്റോറേഷൻ മുന്നേ മറ്റുള്ള കമ്പനികൾ പറഞ്ഞ പോലെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് റൈഡറായിട്ട് ആഡ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഷീൽഡ് എന്ന് പറഞ്ഞ റൈഡർ ഉണ്ട് നമ്മൾ ഈ നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഒത്തിരി റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിയുന്നതനുസരിച്ച് പ്രീമിയം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ഓൺസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പ്രീമിയം. സ്വാഭാവികമായിട്ടും പ്രീമിയം ഒരു 10,500 അടച്ചിരുന്ന വ്യക്തിക്ക് ഈ പ്രീമിയം കേൾക്കുമ്പോൾ വളരെ വലുതായിട്ട് തോന്നാം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനി നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും പ്രീമിയം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു 60-65 വയസ്സുള്ള പ്രീമിയത്തിൽ വരുമ്പോൾ ഒരു 5 lakhന് വരുന്ന പ്രീമിയം SBയുടെ സൂപ്പർ ഹെൽത്തിലാണെങ്കിൽ നമ്മൾ റൈഡറുകൾ ഒന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ വരുന്ന 5 ലക്ഷത്തിന് 55,906 രൂപയാണ് വരുന്ന പ്രീമിയം. ഒരു 55 രൂപ പിടിച്ചു റൗണ്ട് ചെയ്ത് 55,000 രൂപ അടുത്ത് പ്രീമിയം വരുന്നുണ്ട്. 10,500 രൂപ ഒറ്റയടിക്ക് ഈ റേഞ്ചിലേക്കാണ് വരുന്നത്. അതുപോലെ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയം വരുന്നത് നമ്മൾ റൈഡേഴ്സ് ഒന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 42,882 രൂപ അടുത്താണ് വരുന്നത്. മണിപ്പൾസിലേക്ക് പോവുകയാണെങ്കിലും 44,583. സോ ഈ പറഞ്ഞ പോലെ അതിൻ്റെ PD വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ റൈഡേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആനുപാതികമായിട്ട് ഒന്നുകൂടിയും പ്രീമിയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ പ്രീ അസിസ്റ്റിംഗ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റൈഡറുകൾ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും പ്രീമിയം കൂടാനാണ് ചാൻസ്. പിന്നെ ഒരു കാര്യം കൂടി, 65 വയസ്സ് കഴിയുമ്പോൾ പ്രീമിയം എന്തായാലും ചേഞ്ച് ആവും. ഫിക്സഡ് അല്ല പ്രീമിയം. 65 വയസ്സ് ഒരു സ്ലാബാണ്. സ്ലാബ് 66ലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീമിയം ഏകദേശം ഒരു 10-15% പ്രീമിയം ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് പ്രീമിയം പ്രായം ചെന്നവർക്ക് വളരെയധികം കൂടുതലാണ്. SBയുടെ ആരോഗ്യ പ്ലസ് ഈ ഒരു സാഹചര്യത്തിലാണ് അവർ പ്രീമിയം ഈ ഒരു പ്രൊഡക്റ്റ് നിർത്താനായിട്ടുള്ളതിൻ്റെ സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ അടുത്ത് ഇപ്പോൾ ജനുവരി 2-ാം തീയതിക്കുള്ളിലാണെങ്കിൽ നമുക്ക് അവരുടെ ആരോഗ്യ സഞ്ജീവനി അല്ലെങ്കിൽ സുപ്രീം എന്ന് പറയുന്ന പോളിസിയിലേക്ക് നമുക്ക് മൈഗ്രേഷൻ പോസിബിൾ ആണ്. എനിക്ക് SB ജനറലിൽ ഇത് റേറ്റ് കുറഞ്ഞൊരു പോളിസി എന്ന് പറയുന്നത് ആരോഗ്യ സഞ്ജീവനിയാണ്. അപ്പോൾ ജനുവരി 2-ാം തീയതി വരെ നമുക്ക് ഇതിലേക്ക് പോർട്ടിങ് മൈഗ്രേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.